പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ സംസ്കാരം നാളെ നടക്കും. തന്റെ മുന്നിൽ വച്ചാണ് അച്ഛനെ ഭീകരർ ഷൂട്ട് ചെയ്തത്. മക്കളെയും കൂട്ടി ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്ന് രാമചന്ദ്രന്റെ മകൾ ആരതി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിൽ അച്ഛൻ രാമചന്ദ്രൻ കൺമുന്നിൽ മരിച്ചു വീണപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുപോയതാണ് മകൾ ആരതി. പിന്നീട് ധൈര്യം വീണ്ടെടുത്ത് മക്കളുമായി ഓടി രക്ഷപ്പെടാനായെങ്കിലും അച്ഛന്റെ വേർപാട് താങ്ങാനാവാത്തതാണ്. മുസാഫിർ എന്ന ഡ്രൈവറും പ്രദേശവാസികളും താൻ ഉൾപ്പെടെയുള്ള സഞ്ചാരികൾക്ക് രക്ഷകരായതും ആരതി നന്ദിയോടെ ഓർത്തെടുത്തു. ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ ഏരിയയിലായിരുന്നു. അവിടെ എല്ലാവരും അവരവരുടെ കുറേ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. സിപ്പ് ലൈൻ, ബഞ്ചി ജമ്പിങ്, കശ്മീരി ഡ്രസ്സിൽ, അങ്ങനെ എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ നടന്നപ്പോൾ പെട്ടെന്ന് ഒരു ഒച്ച, ഗൺ ഷോട്ടാണോ എന്ന് പോലും അറിയില്ല, ഒരു ശബ്ദമാണ് കേട്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരെണ്ണം കൂടി കേട്ടപ്പോൾ ഞാൻ കണ്ടു ഒരെണ്ണം മേലേക്ക് വെടിവെക്കാൻ, മീൻസ് ദൂരെ അത് കണ്ടു. അപ്പം മനസ്സിലായി ടെറർ അറ്റാക്ക് ആണെന്ന് മനസ്സിലായി. അപ്പം നമ്മളെല്ലാവരും, ഞാനും അച്ഛനും മക്കളെയും കൂടി ഞാൻ നിലത്തേക്ക് കിടത്തി. അമ്മ ഉണ്ടായിരുന്നില്ല കൂടെ, കിടത്തി. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് പുറത്തേക്ക്, ഒരു ഫെൻസ്ഡ് ഏരിയ ആണ്, ഫെൻസിൻ്റെ താഴെ കൂടെ രക്ഷപ്പെട്ട് പിന്നെ ചുറ്റും കാട്. അപ്പോൾ പലരും പല ഡിറക്ഷനിലാണ് ഓടുന്നത്. അങ്ങനെ ഓടി വന്നപ്പോൾ ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് വന്നു. ആ പ്രെമിസിസിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഓടുന്ന ആൾക്കാരുടെ അടുത്തേക്ക് വന്നിട്ട് എല്ലാവരോടും കിടക്കാൻ പറഞ്ഞിട്ട് നമുക്ക് കേൾക്കണില്ല എന്താ ചോദിക്കണേന്ന് അപ്പോൾ നമ്മൾ പല ഗ്രൂപ്പ് ആവുമല്ലോ ഇപ്പോൾ ഇവിടെ നിന്ന് ഓടിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളങ്ങനെ ഫ്രോസൺ അല്ല, അവിടെ ഷൂട്ട് ചെയ്തു, എന്തോ ചോദിക്കണു, ഷൂട്ട് ചെയ്യണു. അങ്ങനെ എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവരൊരു സെൻറ്റൻസ് ഒന്നുമല്ല, ഒരൊറ്റ വേർഡാണ് ചോദിക്കണേ, കലീമ അങ്ങനെന്തോ ഒരു വേർഡ് ചോദിച്ചു. അപ്പോൾ മനസ്സിലായില്ല എന്ന് ഹിന്ദിയിൽ തന്നെ പറഞ്ഞു. ഇതൊക്കെ ഒരു 5 seconds. വെരി സോറി. അപ്പോഴേക്കും അച്ഛനെയും എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. അപ്പം എൻ്റെ മക്കൾ ട്വിൻസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ബോയ്സ്. അവരായിരുന്നു എൻ്റെ വേക്കപ്പ് കോൾ. അമ്മ ലെറ്റ്സ് മൂവ് എന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയായിരുന്നു. അപ്പോൾ ലെറ്റ്സ് മൂവ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഉള്ളിലെ മദറായിരുന്നു. പിന്നെ അപ്പോൾ അച്ഛന് ഓൺ ദി സ്പോട്ട് ഡെഡാന്ന് എനിക്ക് മനസ്സിലായി. അച്ഛനെ ഇനി സേവ് ചെയ്യാനോ എന്തെങ്കിലും ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും അച്ഛനില്ലായിരുന്നു. ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി അവിടെ നിന്ന് ആ കാട്ടിക്കൂടെ ഏതൊക്കെയോ വഴികളിലൂടെ ഓടി എസ്കേപ്പ് ചെയ്ത്, പിന്നെ ഞങ്ങൾ ഒരു ഗ്രൂപ്പിന് പലയിടത്തുനിന്നും വരണവരെല്ലാവരും കൂടി ഒരു സ്ഥലത്തെത്തി. അപ്പോൾ ഈ ഹോഴ്സസ് റൺ ചെയ്യണ സ്ഥലം, അങ്ങനെ അതേ ഫോളോ ചെയ്ത് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് സിഗ്നൽ കിട്ടാൻ തുടങ്ങി. അപ്പം ഞാൻ വേഗം എൻ്റെ ഡ്രൈവർ മിസ്റ്റർ മുസാഫിർ, ഹീസ് ഓൾസോ എ ലോക്കൽ കശ്മീരി, അവരോട് വേഗം അറിയിച്ചു. അയാളാണ് പിന്നെ ബാക്കി അറിയിച്ച് വിത്തിൻ ഒരു 7 minutes മിലിറ്ററി വേഗം ഓടി മേലെ കയറി പോകുന്നു. കണ്ണീർ അടക്കിപ്പിടിച്ചാണ് അമ്മയും മകളും പ്രതികരിക്കുന്നതെന്നും ഇവരാണ് യഥാർത്ഥ രാജ്യസ്നേഹികളെന്നും ഇവരുടെ ധൈര്യത്തെ താൻ സല്യൂട്ട് ചെയ്യുന്നുവെന്നും മേജർ രവി പറഞ്ഞു. ഇന്ന് അദ്ദേഹത്തെ കാണാൻ വന്നത്, ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ രാജ്യസ്നേഹിയായിട്ടൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളും ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ അവരെ സമാധാനിപ്പിക്കുക എന്നുള്ളൊരു ലെവലിലാണ് വരുന്നത്. അവരെ കണ്ട് നമ്മുടെ സങ്കടം ഒതുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആ ഫാമിലിയിൽ നിന്ന് തിരിച്ചു കിട്ടിയിട്ടുള്ള ഒരു ഊർജ്ജം ഒന്നുണ്ടല്ലോ, ചെന്ന വഴിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ എഴുന്നേറ്റുന്നുണ്ട്, ഭാരത് മാതാക്ക് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഭർത്താവിൻ്റെ ഒരു സാക്രിഫൈസ്, അതൊരു രാജ്യസ്നേഹി, രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ച പോലുള്ളൊരു സംസാരമാണ് അവർ സംസാരിച്ചത്. അതുപോലെ ആ മോള് ഒരിറ്റ് കണ്ണീര് പോലും വരാതെ നിന്ന് കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞത് എന്നോട് പറയുന്നു, കരയരുത്. ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഫാമിലീസ് വിച്ച് ഇന്ത്യ നീഡ്സ്. നമുക്കത് നമ്മുടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഗവൺമെൻറ് അത് ചെയ്തില്ല എന്ന് പറഞ്ഞ് കരയാതെ അതിനെ ബോൾഡായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടാണെന്നുള്ളത് കാണിക്കണമെങ്കിൽ മറ്റുള്ളവർ ഇത് കാണുന്ന ഓരോ ഫാമിലീസും ആ കുട്ടീനെ നിങ്ങളത് കാണുമോ, ആർട്ടീനെ, ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദി നമ്മൾക്കൊരു മക്കളെ, പെൺകുട്ടികളൊക്കെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം. വാട്ട് എ ബോൾഡ് ഗേൾ. സ്വന്തം കൺമുന്നിൽ വെച്ചിട്ടാണ് സ്വന്തം അടുത്ത് കിടന്നിരുന്ന അച്ഛൻ്റെ തലയ്ക്ക് വെടി വെച്ച് വന്നിട്ട് അവിടുന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ മൊബൈൽ എടുത്തുകൊണ്ട് പോന്നിരിക്കുന്ന ആ കുട്ടിയുടെ അനുഭവങ്ങൾ പറയുന്ന സമയത്ത് ഒരിറ്റ് കണ്ണീരായി വന്നില്ല. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വി നീഡ് families like this, we need girls like this, we need boys like this. That is what the patriotism. അല്ല പട്ടാളത്തിൽ ചേർന്നുകൊണ്ട് മാത്രം പെട്രിയോട്ട് ആവുന്നില്ല. ഇതൊക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, എന്നിട്ട് അവർ പറഞ്ഞു എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് ആരതി പറഞ്ഞാണത്. ബിക്കോസ് പട്ടാളക്കാർക്ക് ഞാൻ കണ്ടു അയാളുടെ രൂപരേഖ മുഴുവൻ പറഞ്ഞു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. കഴിയുന്ന ഇൻഫർമേഷൻസ് എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും എന്നോട് പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാൻ പറഞ്ഞോളൂ. സോ ദിസ് ഇസ് എ കൈൻഡ് ഓഫ് പീപ്പിൾ വി expect
ട്രൂ പെട്രിയോട്ടിക് ഇന്ത്യൻസ്. ജാതിക്കും മതത്തിനും പാർട്ടിക്കും അതീതമായി ഇതുപോലുള്ളൊരു ജനതയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. സോ ഐ എം റിയലി ഇംപ്രസ്ഡ് ആൻഡ് സല്യൂട്ട് ദാറ്റ് ഫാമിലി ഫോർ ദിസ്. താങ്ക് യു. ഏതാ ആ അറ്റാക്ക് എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ. ദേ ഹാവ് ഡൺ. അവർ ഈ അറ്റാക്ക് നടത്തിയിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് അവരുടെ വേറൊരു പ്ലാനിങ് കൂടിയായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഹിന്ദു ആരാണ് മുസ്ലിം ആരാണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന സമയത്ത് ദാറ്റ് മീൻസ് വാട്ട്? ഇവിടെ ആ ഹിന്ദുക്കൾക്കും മുസ്ലിംസിനും ഇടയിൽ ആ മാനസികമായിട്ടൊരു വിദ്വേഷം ഉണ്ടാക്കാനും ഒരു പ്രക്ഷോഭം നടത്തിക്കാനും ഉള്ളൊരു ആഹ്വാനം കൂടിയായിരുന്നു അത്. ആ ഒരു ഹിഡൻ അജണ്ട. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനിൽ പ്രൈം മിനിസ്റ്ററുടെ പേര് പറഞ്ഞുകൊണ്ട് ചാലഞ്ച് ചെയ്യുന്നതൊക്കെ കാണുന്നത്. ദാറ്റ് മീൻസ് വാട്ട്? ഇന്റൻഷൻ ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ഇതിൻ്റെ ഒരു തറോ എൻക്വയറി ഈ രാജ്യത്ത് നടത്തണം. ഇനിയും രാജ്യദ്രോഹം പറയുന്ന ഏത് പൊളിറ്റീഷ്യനോ ആരാണെങ്കിലും ശരി, അവരെ ദേ ഷുഡ് ബി ടേക്കൺ ഫോർ ടാസ്ക്. അവരെ യു കനോട്ട് ലീവ് ഇറ്റ്. വൈ? ബിക്കോസ് ഇതിന് പിറകിലുള്ളത് എന്താണെന്നുള്ളത് അതിപ്പോൾ ശ്യാംപിത്രോയുടെ പേര് വരാൻ തുടങ്ങി. അതുകൊണ്ട് അടുത്ത് തന്നെ പലരുടെയും പേര് വരും. സോ my India is not the old India. Now it is a new India. It is very powerful. You all should be very happy that we are strong. Thank you. ബുധനാഴ്ച രാത്രി നാട്ടിലെത്തിച്ച രാമചന്ദ്രന്റെ മൃതദേഹം വെള്ളിയാഴ്ച സംസ്കരിക്കും. രാവിലെ 7 മണി മുതൽ 9 മണി വരെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. ഉച്ചയ്ക്ക് 12 മണിക്ക് ചങ്ങമ്പുഴ പാർക്കിന് സമീപമുള്ള പൊതു ശ്മശാനത്തിലാണ് സംസ്കാരം. ക്ലിയർ വിഷനിലൂടെ ഇനി മോഡം ഫ്രീ കണക്ഷനുമായി കെ ഫോൺ ലഭിക്കും. ജൂലൈ 1 മുതൽ ക്ലിയർ വിഷൻ ബ്രോഡ്ബാൻഡിൽ നിന്നും യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീ ആയി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ്. നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ ഫോണിനുള്ളത്. കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർ വിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്.